ഹായ് ഗൈസ്, ഈ വീഡിയോയിൽ ഒരു കിളി വന്ന് എൻ്റെ വീട്ടിലൊരു ചെടിച്ചട്ടിയിൽ മുട്ടയിട്ട് കുഞ്ഞു വിരിഞ്ഞ് അവർ പറക്കാൻ പഠിച്ച് പറന്നു പോകുന്ന വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ എടുത്തു വെച്ച് ചെറിയ ചെറിയ ക്ലിപ്സ് ചേർത്ത് വെച്ച് ഉണ്ടാക്കിയതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഈ ഇരിക്കുന്ന രണ്ടുപേരില്ലേ, ഇവരാണ് ഇതിനെല്ലാം ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർ. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കൂടിങ്ങനെ നോക്കി പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ ക്ലിപ്സ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ മുട്ട ഇട്ടിട്ടുണ്ട്, 2 മുട്ടയുണ്ട് കാണുന്നത്. ചെടിച്ചട്ടീൻ്റെ അകത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു വാലിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവർ വന്ന് അവരല്ല, ഒരാളെ വരുന്നുള്ളൂ. അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് അറിയില്ല. അവർ വന്ന് അടയിരിക്കും. കുറച്ച് സമയം കഴിഞ്ഞ് അവർ പോകും. അങ്ങനെ മാറി മാറി ഇരിക്കും. നല്ല മഴയുള്ള സമയത്താണ് അവർ ഈ സംഭവം നടക്കുന്നത്. കുറച്ച് സമയം അടയിരിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ആ പ്രദേശത്ത് തന്നെ, ആ ചുറ്റുപാട് തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൂടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വീക്ഷിക്കാതിരിക്കാം. അതാണ് ഈ കാണുന്നത്. അവിടെയുള്ള കേബിളിലും മറ്റും ഇങ്ങനെ ഇരുന്ന്. പിന്നെ അവർക്ക് കൂട്ടിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ എൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു അവിടെ. ആ ബൈക്കിലെ ഗ്ലാസ്സിൽ ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് ആരും നോക്കുന്നില്ല അല്ലെങ്കിൽ ആരും വരുന്നില്ല എന്നുള്ള നോക്കിയിട്ടാണ് ആ കൂട്ടിലേക്ക് അവർ കയറാറ്. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല പെരും മഴയുള്ള സമയത്താണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് സേഫാണോ എന്നുള്ളതൊക്കെ നോക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 2 ചെറിയ കുട്ടികൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ക്ലിപ്പും ഇങ്ങനെ എടുത്തു വെക്കാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. എവിടെന്തോ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഒരു ശബ്ദവും കൂടി കേൾക്കാം. സെക്യൂരിറ്റി പണിയായിട്ട് നിൽക്കുകയാണ്. ഈ കൂടോ കുട്ടികളെ മറ്റാരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. അതാണ് ഈ കാണുന്നത്. ഞാൻ വിട്ടുപോയ ക്ലിപ്പാണ് ഇനി കാണുന്നത്. അവരുടെ ചിറക് വന്നതും അവർ പോണതൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്തുകൊണ്ടാണ് പറയാണ്ട് പോയിന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ നിൽക്കുന്ന അത് വീടിൻ്റെ തൊട്ടടുത്തുള്ള വാഴത്തോട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തപ്പോൾ അവിടെ പോയി നിൽക്കുന്നു, ഈ കൂട്ടിനുള്ളിൽ ഇരുന്നാൽ പോരെയെന്ന്. പക്ഷെ വേറൊരു സംഭവമുണ്ട്. അതെനിക്ക് ഉമ്മ പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത്. കണ്ടു നോക്കും. അടുത്ത ഘട്ടം, ഇവർ ഈ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേരൻസ് ആയിട്ടുള്ള 2 പേരും വന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കുഞ്ഞുങ്ങളെ അതുപോലെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും. കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി പറക്കാനൊക്കെ പഠിച്ച് പിന്നെ അവർ അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പറന്നു പോകും. അതാണ് ഈ കാണുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് വന്ന് പോസ് ചെയ്തതെന്നാണ് ഈ കാണുന്നത്. ഇത് അവരുടെ അച്ഛനോ അമ്മയോ ആരോ ആണ്. പറക്കൽ പരിപാടികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അവരെ ഇതിനു വേണ്ടി പറക്കാൻ വേണ്ടി അവർ റെഡിയാക്കിയിരിക്കുകയാണ്. ഈ കിളിക്ക് എന്തോ ചെറിയൊരു പേടിയുണ്ട്. ആൾ പറക്കുന്ന കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ്. മറ്റാൾ നന്നായിട്ട് ഇങ്ങനെ അവർ ചെയ്തു കൊടുക്കുന്ന പോലെ തന്നെ അതിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തായാലും പുതിയൊരു അനുഭവമായിരുന്നു ഇത്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവം. നമുക്ക് ആദ്യം തന്നെ അത് കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി, ക്ലിപ്പ് എടുക്കാൻ പറ്റി. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഒരു മഴക്കാലം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.